ഞാൻ ഈ പുസ്തകം വായിച്ചു തീർത്തു. അപ്പോൾ നമ്മുടെ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 6 എപ്പിസോഡുകൾ കഴിഞ്ഞു. 7ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ പറഞ്ഞു. ആളുകൾക്കൊക്കെ അനിർവചനീയമായ അനുഭൂതി നൽകിയ എപ്പിസോഡുകളാണ് എന്നൊക്കെ പ്രതികരണമൊക്കെ വരുന്നുണ്ട്. ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ മഹാനടനായ മോഹൻലാൽ മുതൽ നമ്മുടെ വീഡിയോ കേൾക്കുകയും ഈ പുസ്തകം വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ യുഗപ്പുറവിക്ക് മുന്നിൽ നിന്നുള്ള അങ്ങയുടെ പുസ്തകം എവിടെ കിട്ടുമെന്ന്. ഇത് ഗ്രീൻ ബുക്സ് തൃശ്ശൂരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 450 രൂപയാണ് വില. മനോഹരമായ പുസ്തകമാണ്. മനോഹരമായ പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ഇറക്കിയ പുസ്തകം ഗ്രീൻ ബുക്സിൻ്റെ എല്ലാ ബുക്ക് ഷോപ്പുകളിലും കിട്ടും. തൃശ്ശൂരാണെങ്കിൽ പ്രസ് ക്ലബ് ഉണ്ട്, തിരുവനന്തപുരത്ത് സെക്രട്ടറി മുമ്പിലുണ്ട്. ഗ്രീൻ ബുക്സിന്റെ എല്ലാ സ്റ്റോറുകളിലും കിട്ടും. പിന്നെ മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ അവർ വെക്കേണ്ടത്, മാതൃഭൂമിയിലും അല്ലേ, പിന്നെ ആമസോൺ കിട്ടും. പിന്നെ ഗ്രീൻ ബുക്സിൽ വിളിച്ചു പറഞ്ഞാൽ അവർ അയച്ചു കൊടുക്കണമുണ്ട്. നന്നായിട്ട് പോയി. ഇപ്പൊ 4ാമത്തെ പതിപ്പായി. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗവും ഭഗവാൻ നിർദ്ദേശിക്കുമ്പോൾ എഴുതി തുടങ്ങും. അപ്പോൾ ഏതായാലും ആളുകൾ നമ്മുടെ ഈ ഷോ കണ്ടിട്ട് ഒരുപാട് പേര് ഈ പുസ്തകത്തെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ആമുഖമായിട്ട് പറഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഈ ഐവർ മലയുടെ ഒരു പ്രാധാന്യം പറഞ്ഞിട്ടാണ് വെച്ചത്. അക്കൂട്ടത്തിൽ നമ്മളൊന്ന് പറഞ്ഞു ഈ സ്വസ്തിക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിശുദ്ധ ചിഹ്നമാണ്. അതും സിംഗപ്പൂരുമായി ചില കണക്ഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്ന് പറയാമോ? മുരുക ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണ്? സ്വസ്തിക്കും മുരുക ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്? സ്വസ്തിക നമ്മൾ കണ്ടിട്ടുണ്ടാവും, 2 ലൈൻ ഇരിക്കുന്നതാണ്. ശരിക്കും അതൊരു 2 എനർജിയാണ്. ഒന്ന് കാർത്തിക നക്ഷത്രങ്ങളുടെ എനർജിയും ഒന്ന് ബിഗ് ഡീപ്പർ സപ്തർഷി മണ്ഡലം കൂടി ചേർന്നതാണ് സ്വസ്തിക. ഈ 2 കൂടിയാണ് സ്വസ്തികത്തെ എനർജി. ഈ എനർജി ഹിറ്റ്ലർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ ചിഹ്നമാണ്. അദ്ദേഹം ഈ എനർജി എടുത്തിട്ടാണ് ലോക നേതാവാൻ വേണ്ടി ശ്രമിച്ചത്. ഓൾമോസ്റ്റ് എത്തുകയും ചെയ്തു. അവസാനമാണ് കാലണ്ടർ വീണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എനർജി ഓരോ രാജ്യങ്ങളും ഓരോരുത്തരൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ചില ആളുകൾ വീടുകളിൽ സുദർശന ചക്രം വെക്കാറുണ്ട്. അതിങ്ങനെ ഓരോ കാലങ്ങളിൽ ഇത്ര കാലം കഴിയുമ്പോൾ അത് പൂജിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ സ്വസ്തിക വെക്കുന്ന ചില വീടുകൾ അപൂർവമായിട്ടാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു സ്വസ്തിക ഒരു വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ? പറ്റും. അതൊരു ഐശ്വര്യത്തിന് ചിഹ്നമായിട്ടാണ്. അല്ലാതെ അതിന് സുദർശന ചക്രം പോലെ പൂജിക്കൊന്നും വേണമെന്നില്ല, വെറുതെ വെച്ചാലും മതി. ഇനി പൂജിക്കുമ്പോൾ അതിൻ്റെ എനർജി കൂടി വരും. അത് എവിടെ പൂജിക്കേണ്ടി വന്നാൽ അത് വെറുതെ പൂജാമുറിയിൽ വെച്ചിട്ട് പൂജിച്ചാൽ മതി. നമ്മൾ തന്നെ ചെയ്താൽ മതി. നമ്മൾ ചെയ്താൽ അല്ല ഈ ചക്രം വെക്കുന്ന അങ്ങനെയല്ല. നമ്മളെന്നെ പൂജിച്ച് കഴിഞ്ഞാൽ എനർജി ഡെവലപ്പ് ആയിട്ട് വരും. കാരണം ഇത് 2 എനർജിയാണ് ഇതിലുള്ളത്. ഇതിന് നടു ഈ ശിവശക്തി പോയിന്റാണ് സ്വസ്തികയുടെ. ഈ 2 ഇതിന്ന് വരുന്ന ആ പവർ എടുത്ത് വരുന്നവർ എപ്പോഴും ഭയങ്കര ശക്തിയായിരിക്കും. നമ്മളെപ്പോഴും അറിയാം നമ്മുടെ ലോകത്തുണ്ടായിട്ടുള്ള പല മഹാന്മാർക്കും ഒരു വെളിച്ചം വന്നിട്ട് ഗർഭാധാരണം നടത്തിയ കഥകളൊക്കെ അതൊക്കെ ഇത്ര ഒരു സംഭവങ്ങളാണ്. അതായത് പ്രപഞ്ചത്തിലുള്ള ശിവശക്തിയും ശിവനും ശക്തിയും കൂടി അങ്ങനെ പറഞ്ഞ ഒരു ഭയങ്കര ശക്തി. ഞാൻ കേട്ടിട്ടുണ്ട് മൂകാംബികയിലെ വിഗ്രഹത്തിന് മുന്നിൽ ഇതുപോലെ ഒരു ശക്തി പോയിന്റ് ഉണ്ട്. അത് പാത്രം കൊണ്ട് തളിക കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതാണ് മൂലകേന്ദ്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വിഗ്രഹത്തിന് മുന്നിലുണ്ട് അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. അതേപോലെ അങ്ങനെ പല എനർജി പോയിന്റുകളുണ്ട്. സ്വസ്തിക എനർജി പോയിന്റ് ഉണ്ട് ലോകത്ത്. അതിലൊരു സ്ഥലമാണ് ഈ ഐവർമല. പിന്നൊരു സ്ഥലം എനിക്കറിയണത് ഐവർമല സ്വസ്തിക എനർജി പോയിന്റ് ആണെന്ന് പറയാൻ കാരണം എന്താ? അതെനിക്ക് കിട്ടിയ ഡയറക്ഷൻ പ്രകാരമാണ്. അതെന്തായിരുന്നു ഡയറക്ഷൻ? ഈ മലയിലേക്ക് ഇപ്പോൾ അത് സ്വസ്തികയുടെ എനർജി പോയിന്റ് ആണ്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. അത് രസമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഞാൻ കാണുന്ന സ്വപ്നം എന്ന് വെച്ചാൽ തൃശ്ശൂർക്ക് തിരിച്ചു പോവാ. വഴി തെറ്റിയിട്ടാണ് ഈ മലയിലേക്ക് എത്തണത്. അപ്പോൾ ഞാൻ എന്നിട്ടാണ് ഈ മലയുടെ അടയാളങ്ങളൊക്കെ കാണാം. ചുവന്ന മണ്ണ്, അതിൻ്റെ അടുത്താണ് മലയൊക്കെ. അപ്പോൾ സെന്തിലിനോട് വിളിച്ച് ചോദിച്ചു ഞാൻ ഈ സ്ഥലം. സെന്തിലിനെ കുറിച്ച് ഒരുപാട് പറയുന്നത് പക്ഷേ ആദ്യം കേട്ടവർക്കറിയാം. സെന്തിൽ ഈ പഴനിമലയുടെ താഴെ ഒരു ചെറിയ കട നടത്തുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ ഭാരവാഹിയാണ്. ഇപ്പോഴും ഉണ്ടോ കട? അവിടെ ഉണ്ടോ? കടയുണ്ട് ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ 2006 തൊട്ട് 2016 വരെയായിരുന്നു ഒരുമിച്ചുള്ള യാത്ര. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആളവിടെയുണ്ട്. ഞാൻ കാണാം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ അവിടെ പോകുന്നുണ്ടെങ്കിൽ സെന്തിലിനെ കൂടെ ഒന്ന് കാണുക. ഞാൻ മുമ്പ് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. രജിജിയെ നമ്മുടെ ചാനലിൽ കണ്ടു എന്ന് പറഞ്ഞ് പരിചയപ്പെടാം. തീർച്ചയായും അദ്ദേഹത്തിന് സന്തോഷമായിരിക്കും. അതെ, ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് 2016 വരെയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. 10 കൊല്ലമാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു യാത്ര. അതൊരുപാട് മലകളും കാടുകളും ഒക്കെ സഞ്ചരിച്ചൊരു വർഷമായിരുന്നു. സെന്തിൽ വിട്ടുപോയ ഇതിനെ കുറിച്ച് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
അല്ല അത് നമുക്ക് പറയണം. ഒരു റോക്കറ്റ് മോളിക്ക് പോണ ഒരു ഉപമയായിട്ട് ഞാൻ അതാണ് ഞാൻ സെന്തിലിനെ കൊണ്ടുവന്നത്. അതൊക്കെ ഒന്ന് പറയാൻ പറ്റും നമുക്ക് ഈ എപ്പിസോഡിൽ, അതൊക്കെ ഒന്ന് പറയണം. അത് അപ്പോൾ ഞങ്ങൾ അപ്പോൾ ആ സെന്തിലിനോട് പറഞ്ഞപ്പോൾ സെന്തിൽ വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ ഒരു പഴനിയിൽ തൊഴുതിട്ടാണ് ഈ മലയിലേക്ക് പോകണം. നമ്മൾ തൃശ്ശൂർക്ക് വരുമ്പോഴേ ഒരു ഇടത്തെത്തുമ്പോൾ ഒരു വഴി പെട്ടെന്ന് രണ്ടായിട്ട് പിഴിയും. ഒരു വഴി തൃശ്ശൂർക്ക്, ഒരു വഴി നേരെ ഈ മലയിലേക്ക്. വഴി തെറ്റി തൃശ്ശൂർക്ക് മലയിലേക്ക് പോയി ഞാൻ തൃശ്ശൂർ എവിടെ വെച്ചാൽ വഴി പിരിയുന്നത്? തൃശ്ശൂരേക്ക് പോകുമ്പോൾ പഴനിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ എത്തുമ്പോൾ പെട്ടെന്ന് ഈ വഴി ഒരേ ഇതൊന്ന് രണ്ടായിട്ട് പിരിയും. അതാണ് വഴി തെറ്റിയിട്ട് ഞാൻ ഒരു മലയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വേഗം പിടികിട്ടിയത്. അവിടെയാണ് ഈ സ്വസ്തികയുടെ എനർജി പോയിന്റ്. ഇതേപോലെ ഒരു സ്ഥലമാണ് സിംഗപ്പൂർ മഗ്രജി റിസർവോയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഏതാണ് മഗ്രജി റിസർവോയർ? സിംഗപ്പൂർ സിറ്റിയാണ്. ആ സിറ്റിയിലുള്ള ഒരു കാടുണ്ട്, അറിയോ? ആ കാടിനുള്ള റിസർവോയർ ഉണ്ട്. അതിലത്തെ വെള്ളമാണ് തടാകാണ് ഇത് ഉപയോഗിക്കുക. അത് വലിയൊരു കാടുണ്ട്. ഇത് ഇതിൻ്റെ ഉള്ളില് ഇതിൻ്റെ ഒരു പവർഫുൾ പോയിന്റാണ്. ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. രണ്ടാം ലോക മഹായുദ്ധം, ഇത് എനിക്ക് കിട്ടിയ ഡയറക്ഷൻ. പക്ഷെ അതിന് മുമ്പ് ഒരു സംഭവം എന്താ വെച്ചാൽ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സിംഗപ്പൂർ ആക്രമിച്ച് കീഴടക്കും. എന്നിട്ട് ഈ കാടിനുള്ളിൽ തമ്പടിക്കും. അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റന് അവിടെ എന്തൊരു സംഭവം കിട്ടും. ആളവിടെ ഒരു ജപ്പാനീസ് ടെമ്പിള് പണിയും. എന്നിട്ട് അതൊരു പ്രത്യേകത കണ്ടിട്ട് പിന്നെ ബ്രിട്ടീഷുകാർ ജപ്പാനീസ് മോചിപ്പിക്കുമ്പോൾ അത് തകർത്ത് കളയും അമ്പലം. ഇപ്പോഴും അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. ആ സ്ഥലമാണ് എനിക്ക് കിട്ടിയത് ഈ സ്വസ്തികയുടെ എനർജി. അവിടെ ഒരു ശിവലിംഗം വരുന്നത് അതായത് ഓപ്പൺ ആയിട്ടുള്ള ശിവലിംഗം ഉണ്ടാവും. ഞാൻ സിംഗപ്പൂർ അന്ന് ഹിന്ദു എൻവയോൺമെന്റ് ആൾക്കാരോട് സംസാരിച്ചിരുന്നു. സിംഗപ്പൂർ ഭയങ്കര മതത്തിന് ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ള, ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. എല്ലാ മതങ്ങളോടും ഒരു മതത്തിലുണ്ട്, എല്ലാ മതങ്ങളോടും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവർ. അവർ പറഞ്ഞു ഇത് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല, നടപ്പാക്കാൻ തോന്നുന്നില്ല, പക്ഷെ ഭാവിയിൽ നടപ്പാക്കുമായിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു സജഷൻ അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് പോകുന്നിരിക്കുന്നത്. അവിടെ ഒരു ശിവലിംഗം ഓപ്പൺ ആയിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന അവസ്ഥ വരാം. ഈ ഒരു റിസർവോയർ, ഞാൻ ഇപ്പോൾ സിംഗപ്പൂർ പോകുമ്പോഴും ഈ റിസർവോയറിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് ഇവിടെ അന്ന് രണ്ടാം ലോകത്തിൽ പണിത് പൊളിഞ്ഞ് കിടക്കുന്ന പാലൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഞങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ടിരുന്നുണ്ട്. ആ ബുക്കിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്. മെഡിറ്റേറ്റ് ചെയ്യണ ഒരു പരിപാടി ഉണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലത്തെ സിംഗപ്പൂരിലുള്ള മെമ്പർമാർ അവിടെ പോയിട്ടുണ്ട്. ഇത് കൂടെ കടന്ന് വെള്ളത്തിൽ കൂടെ ഒക്കെ നീന്തി ഈ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടാണ്, എങ്ങാനും ബുദ്ധിമുട്ടാവും. ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് സ്ഥലമാണ് ഈ സ്വസ്തികയായിട്ടുള്ളത്. പിന്നെ അതേപോലെ പഴനിമലയുടെ അടുത്തൊരു മലയുണ്ട്, അല്ലാതെ ആഞ്ജനേയർ മല എന്നാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ രഹസ്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ കിട്ടുന്നത്. രംഗനാഥർ കരട് എന്നാണ് ആ ലോക്കലുള്ള ആൾക്കാർ ആ മലയിൽ വിളിക്കുന്നത്. അത് ബാലസമുദ്രം എന്ന് പറഞ്ഞാൽ 5 കിലോ, പഴനിമലയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ആ മലകൾ. ഈ മല ആഞ്ജനേയർ മല എന്ന് ഞാൻ പറയാൻ കാരണം എന്താ, ആ മല കണ്ടാൽ നെട്ടിപ്പോവും. ഒരു ആഞ്ജനേയർ കിടക്കണ രൂപമാണ് ആ മലയ്ക്ക്. അത് ശരി. പക്ഷെ അത് ആഞ്ജനേയർ അല്ല എന്നുള്ളത് ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലായി, ഈ പുസ്തകം എഴുതി കഴിഞ്ഞിട്ട്. ഈ മലയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, പലവട്ടം പോയിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അടിവാരത്ത് എപ്പോഴും പോയി തൊഴും. ഈ മലയുടെ മുകളിൽ ഒരു ചെറിയൊരു അമ്പലമുണ്ട്, തുറന്ന അമ്പലം, ഒരു ആനന്ദശയനം വിഷ്ണുവിൻ്റെ ഒരു അമ്പലമുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും ഒരുപാട് ആൾക്കാർ അവിടെ പോയി. ആനന്ദശയനം മുകളിൽ ഒരുപാട് ആൾക്കാർ വന്ന് തൊഴാറുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും. ഒരു 3.5-4 മണിക്കൂറെങ്കിലും നമ്മൾ മല കയറാൻ എടുക്കും. പടി സ്റ്റെപ്പൊന്നുമില്ല, നമ്മൾ കയറി പോവാന്നുള്ളൂ. കയറി പോവാന്നുള്ളൂ. അത് അവസാനത്തുമ്പോഴൊക്കെ കുറച്ച് റിസ്ക്കും ഉണ്ട്, വീഴാനൊക്കെ സാധ്യതയുള്ള ആളുകളൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. ബാലസമുദ്രം എന്ന് പറഞ്ഞ സ്ഥലം. പഴനിമലയിൽ നിന്ന് കാണാൻ പറ്റിയ ഈ മല, ആഞ്ജനേയർ കിടക്കണ പോലെ. അപ്പോൾ ഞാൻ ഈ മലയുടെ മുകളിൽ 2-3 വട്ടം പോയിട്ടുണ്ട്. കാർത്തിക നക്ഷത്രങ്ങളുടെ എനർജി വരുന്ന സ്ഥലമാണ് അത് ഈ മല. അപ്പോൾ ഈ മലയുടെ മുകളിൽ ഞാൻ ഒരു വട്ടം രാത്രിയിൽ പോയി താമസിച്ചിട്ടുണ്ട്. നൈറ്റ് പോയിട്ട് താമസിച്ചു. അന്ന് ഉഗ്രം മഴയായിരുന്നു. ഒരു ഷെഡിനുള്ളിൽ പോയിട്ട് ഇരുന്ന് പിറ്റേ ദിവസം ഒരു 10-18 പേരുണ്ടായിരുന്നു ഞങ്ങളൊന്ന് ഒരുമിച്ച്, എന്തെല്ലാം ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട്. അവിടെ പോയി പിറ്റേ ദിവസം കാലത്ത് പൂജ ചെയ്താൽ വന്നത്. ഈ മലയുടെ അടുത്ത സൈഡ്, ആ സൈഡാണ് എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറ്. വേറൊരു ഡയമെൻഷനിൽ പോയ പോലെ ഒരു എനർജി ഫീൽഡാണ് അവിടെ. അത് നമ്മളൊരു വേറൊരു പ്ലാനറ്റിൽ പോയ പോലെ ആ ഒരു എനർജി എനിക്ക് അവിടെ ഇരുന്ന് കിട്ടാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇവിടെ എനിക്ക് കിട്ടുന്നു, ഈ മലയിൽ എന്താണ് കാർത്തിക നക്ഷത്രത്തിലെ എനർജി പറഞ്ഞ സ്ഥലമാണെന്ന് മനസ്സിലായി, പക്ഷെ വേറൊരു ഡയമെൻഷനിൽ ഒരു സാധനം കിട്ടുന്നുണ്ടല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് എൻ്റെ രഹസ്യം അറിയണ്ടായിരുന്നില്ല. നമ്മൾ പോവാറുണ്ട്, തൊഴുത് വരാറുണ്ട്. ഈ അടുത്ത കാലത്താണ് ഞാൻ ഒരു സംഭവം അറിഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി നമ്മുടെ ഭാവിയിൽ പേരുകൾ ഒരുപാട് കേൾക്കാൻ സാധ്യതയുള്ളൊരു പേരാണ് മുച്ചുകുന്ദ ചക്രവർത്തി. അദ്ദേഹം ആരാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ പുരാണ കഥകളിലും അദ്ദേഹത്തിനെ കുറിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ കഥയിലുണ്ട്. അതായത്
ഇദ്ദേഹം ഒരു ഗുഹയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അതായത് ഇദ്ദേഹത്തിന് സ്വഭാവമുണ്ട്, ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങും, ഒരുപാട് കാലങ്ങളിൽ കടന്നുറങ്ങി. അപ്പോൾ ആ ഒരു കാലഘട്ടം കൃഷ്ണന്റെ കാലത്ത് ഇദ്ദേഹം കടന്നുറങ്ങുകയാണ്. ഇദ്ദേഹം കണ്ണു തുറന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഭസ്മവും. ഒരു അസുരൻ ശ്രീകൃഷ്ണൻ വല്ലാണ്ട് ശല്യപ്പെടുത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ അസുരനെ കണ്ടിട്ട് പേടിച്ച് ഓടുന്ന പോലെ ഓടും. അപ്പോൾ ഈ അസുരൻ പിന്നാലെ ഓടും. ഈ ഗുഹയുടെ ഉള്ളിലെത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ മറിഞ്ഞേക്കും. അപ്പോൾ ഈ ശ്രീകൃഷ്ണനാന്ന് വിചാരിച്ചിട്ട് ഈ അസുരൻ ഇദ്ദേഹത്തിന് ചവിട്ടി എണിപ്പിക്കും. ഇദ്ദേഹം എനിക്ക് നോക്കിയോട് കൂടിയിട്ട് ഭസ്മായി പോകും. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണനെ തൊഴുതിട്ട് അദ്ദേഹം വീണ്ടും അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോവുക ചെയ്യണത്. ഇതൊരു കഥ. വേറൊരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കൈലാസത്തിലെ ശിവഭക്തനായിരുന്നു. അപ്പോൾ ശിവഭഗവാൻ ഒരു ദിവസം ഇദ്ദേഹത്തോട് പറയുന്നത് ഈ ഭൂമിയിലേക്ക് പോകേണ്ട സമയം അവിടെ ഒരു രാജാവായിട്ട് ഭരിച്ചിട്ട് ഒരുപാട് തലമുറയ്ക്ക് എനർജി കൊടുക്കണം. ഇദ്ദേഹത്തിന് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, അങ്ങേ പൂജിച്ചിരിക്കലാണ് എൻ്റെ ഇത്. അല്ല, നിന്റെ ഡ്യൂട്ടിയാണ്, നീ കർമ്മമാണ്, നീ പോകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭൂമിയിൽ വന്നിട്ട് രാജാവാണ്. അതായത് ചോളന്മാരുടെ ആദ്യ ചോളനാണ് ഇദ്ദേഹം, മുചുകുന്ദൻ. അദ്ദേഹത്തിനാണ് ചോള ചക്രവർത്തിക്ക് ഒരുപാട് വർഷം ഭരിച്ചു വന്ന ചോള ചക്രവർത്തിമാർക്ക് എനർജി കിട്ടിയത്. അപ്പം ഇദ്ദേഹം ഈ ഭരിക്കണ സമയത്ത് ഒരു വട്ടം ഒരു കഥയാട്ടാ, വേറൊരു കഥ പറയണം. ഇന്ദ്രദേവനൊരു പ്രശ്നം ഉണ്ടാവണം സ്വർഗത്തിൽ, ആൾക്ക് ഒരു യുദ്ധം ഉണ്ടാവണം, സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇദ്ദേഹത്തിന്, അതായത് മുരുക ഭഗവാൻ ദേവസേനാപതി ആവണ മുമ്പ് ഇദ്ദേഹമാണ് ദേവസേനാപതി. അപ്പം ഇദ്ദേഹത്തിന് വിളിക്കുകയാണ് സഹായിക്കാൻ ചെല്ലണം. ഇദ്ദേഹം ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് ചെല്ലണു, സഹായിക്കണു, ഇന്ദ്രനെ ജയിപ്പിച്ചു. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ തിരിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയും നിങ്ങൾ പോയിട്ടൊരു കാര്യമില്ല, ഭൂമിയിൽ വർഷങ്ങൾ കടന്നുപോയി, നൂറ്റാണ്ടുകൾ കടന്നുപോയി, നിന്റെ ആരും അവിടെ ഇല്ല. അപ്പോൾ ആള് പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോട്ടെ, അടുത്ത ഡ്യൂട്ടിക്ക് വരാമെന്ന് പറഞ്ഞു. ഈ സംഭവം അന്ന് നമ്മുടെ കഥയിലുണ്ട്, ഇന്ന് ശാസ്ത്രം പറയേണ്ടത്. നമ്മൾ ഇൻട്രസ്റ്റെല്ലാർ പടത്തിൽ കാണിച്ചത് ഇവര് ഭൂമിയിൽ നിന്ന് വേറെ പ്ലാനറ്റിലേക്ക് സഞ്ചരിക്കാൻ പോണ സിനിമയാണത് ഇൻട്രസ്റ്റെല്ലാർ, നോളന്റെ പടം. അതിലൊരു ഗ്രഹത്തിൽ പോയിട്ട് അവർ പോകുമ്പോൾ ഭൂമിയിലെ 7 വർഷമാണ്, അവിടെ ഒരു 3 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ 21 വർഷം കഴിഞ്ഞുകൊണ്ടിരുന്നു. ഇത് നമ്മൾ അന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റ്, ടൈമിന്റെ കൺസെപ്റ്റ്, ശരിയാണ്. സമയത്തിന്റെ കൺസെപ്റ്റ് തിയറിക്കകത്ത് പറയുന്നുണ്ട്, ഈ ശബ്ദത്തിന്റെ വേഗത്തിൽ നമ്മൾ സഞ്ചരിച്ചാൽ പ്രകാശം, ഇപ്പൊ നമുക്ക് ശബ്ദത്തിന്റെ വേഗത്തിൽ വരെ നമുക്ക് സഞ്ചരിക്കാം. പ്രകാശ വേഗത്തിൽ സഞ്ചരിച്ചാൽ ടൈം പിന്നെ കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമായിരിക്കും, വയസ്സാവില്ല എന്ന് പറയുന്നത് ഈ പടത്തിലുണ്ട്. ഈ ഇൻട്രസ്റ്റെല്ലാർ പടത്തില് അച്ഛൻ സഞ്ചരിക്കണു, ടൈമിന്റെ കൂടെ തിരിച്ചു വരും, മകള് 90 വയസ്സായി, അച്ഛൻ 40 വയസ്സാണ് ഒരു രംഗമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നു, ഈ ടൈമിന്റെ കൺസെപ്റ്റ്. അതാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്, അറിയപ്പെടുന്നത്. നമുക്ക് പക്ഷെ നമ്മുടെയൊക്കെ കഥകളായിട്ട് പറഞ്ഞ കാരണം നമുക്കിത് ഇപ്പൊ പറയാനും നമുക്ക് ചളിപ്പാ. ഇത് പറഞ്ഞാൽ ഒരു 10 പേര് അപ്പുറത്തുനിന്ന് കുറ്റം പറയും, എന്തുകൊണ്ട് പറയണം, വീട്ടിൽ പറയാണ്ടിരിക്കാൻ വേദം മിണ്ടാണ്ടിരിക്കും. പക്ഷെ ആ ഒരു ചളിപ്പ് നമ്മളിൽ ഉണ്ടാക്കി. അത് നമ്മളിപ്പോൾ ഭാരതീയ ദർശനങ്ങളും ശാസ്ത്രങ്ങളും പറഞ്ഞതൊക്കെ കഥകളുടെ രൂപത്തിൽ ആളുകൾക്ക് എളുപ്പം മനസ്സിലാകാനാണ് സരളമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് വിലയില്ല. ഇതൊക്കെ തന്നെയാണ് സായിപ്പ് പറയുമ്പോൾ, ഇപ്പോൾ റുദർഫോർഡാണ് ആറ്റം കണ്ടുപിടിച്ചത്, കണം കണ്ടുപിടിച്ച ആളാണ്. നമ്മൾ ദിവിസൂര്യ സഹസ്രസ്യ എന്ന് ഗീതയിൽ പറയുന്നുണ്ട് അല്ലേ? ഗീതയിലോ നമ്മുടെ വിശ്വാസ പ്രമാണമാണ് ദിവിസൂര്യ സഹസ്രസ്യ. നമ്മൾ എത്രയോ കാലമായി കേൾക്കുന്നുണ്ട്. അതുതന്നെയാണ് ആണവസ്ഫോടനം ഉണ്ടായപ്പോൾ ഓപ്പൺഹൈമർ പറഞ്ഞത്. എന്താ പറയാ, ആ ഭഗവത്ഗീതയിലെ വാചകമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അവർക്കറിയാം അത് അതിന്റെ ഭഗവത്ഗീതയുടെ അർത്ഥം എന്താന്ന്. പക്ഷെ നമ്മുടെ ആൾക്കാർ നമ്മൾ പറയുമ്പോൾ ചളിപ്പാണ്, നമുക്ക് ചളിപ്പ്. നമ്മൾ പറഞ്ഞ ഒരു 10 പേര് അപ്പുറത്ത് കുറ്റം പറയാം, വെറുതെ എന്തിനാ പറയാണ്ടിരുന്ന പറയുന്നൊരു തോന്നുന്നു. ഹിന്ദുക്കൾ തന്നെ അത് ഹിന്ദുക്കളെന്നെ പറയും, ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ല, ഹിന്ദുക്കളെന്നായിട്ട് പറയും. അതൊരു ഭയങ്കര ചളിപ്പായിട്ട് ഫീൽ ചെയ്യണത്. ഒരു മാനസികാവസ്ഥ ഇത്ര കൊല്ലത്തെ ഒരു ഭരണത്തിലൂടെ, ആ ഒരു അടിച്ചമർത്തലിലൂടെ ഉണ്ടായി. തിരിച്ചു വരും മാറി വരുന്നുണ്ട്, അത് വരും. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അതിനുശേഷം ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഇന്ദ്രദേവൻ ഇദ്ദേഹത്തിന് എന്താണ് നമുക്ക് ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ ഇന്ദ്രദേവൻ കഥയിലത്തെ കാര്യം പറയണത്. ഇന്ദ്രദേവൻ പറയും എനിക്ക് അങ്ങ് പൂജിച്ചുകൊണ്ടിരുന്ന സോമസ്കന്ധ വിഗ്രഹം വേണമെന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം അത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച സ്ഥലമാണ് തമിഴ്നാട്ടിലെ തിരുവാരൂർ ത്യാഗരാജ ടെമ്പിൾ എന്ന് പറയുന്ന അമ്പലമുണ്ട്. തിരുവാരൂർ ഡിസ്ട്രിക്റ്റിലാണ് തമിഴ്നാട്ടിൽ, ഏകദേശം കുംഭകോണത്തിൻ്റെ അടുത്ത് വരും. വലിയ ക്ഷേത്രമാണ്, പോണ്ട ക്ഷേത്രമാണ്. അവിടെ സോമസ്കന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും പാർവതിയും കയ്യിൽ മുരുകന്റെ കുഞ്ഞു കുട്ടിയായിട്ട് അത് ഇന്ദ്രൻ കൊടുത്തത് മുചുകുന്ദൻ പ്രതിഷ്ഠിച്ച അമ്പലമാണ് തിരുവാരൂർ ത്യാഗരാജ ടെമ്പിൾ. പുതിയ അറിവാണ്. അത് ഉഗ്ര ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഒരു കുളമുണ്ട്. എത്ര 30 ഏക്കറിലാണ് ഒരു കുളം. ശ്വസിക്കാൻ പറ്റില്ല. 30 ഏക്കറിലെ കുളം. ഒരു ക്ഷേത്രം തന്നെ കണ്ട ഞെട്ടിപ്പോവും, അത്രയും വലിയ ക്ഷേത്രം. അവിടെ ഒരു അർച്ചനയുണ്ട്, മുചുകുന്ദ അർച്ചന എന്ന് പറഞ്ഞ അർച്ചന. ശരി.
50,000 രൂപ. അത് ബുക്ക് ചെയ്തിടണം. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 2022 ഡിസംബർ 4-ാം തീയതി നടന്ന, ഞാൻ പറഞ്ഞല്ലോ, ചോളന്മാർക്ക് വേണ്ടിയിട്ടുള്ള യാഗം. അതിനുശേഷമാണ് നമ്മൾ പാർലമെന്റിൽ അത് പ്രതിഷ്ഠിക്കുന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ യാഗം നടത്തുന്ന സമയത്ത് ചാവള ചക്രവർത്തിയുടെ സഞ്ചരിച്ച വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മുച്ചുകുന്ദരുടെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ട് അദ്ദേഹത്തിന് മുഖം കബിമുഖം, അതായത് കുരങ്ങ് മുഖമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഈ ആഞ്ജനേയർ മല അദ്ദേഹമാണെന്ന് മനസ്സിലാക്കിയത്. മുരുകർ ബാബന്റെ അടുത്തൊരു മുഖമുള്ള അങ്ങനെ കബിമുഖമുള്ള ഒരാളിരിക്കണമെങ്കിൽ ആഞ്ജനേയരല്ല, മുച്ചുകുന്ദര. നാളെ ഇനി ഏത് ഫോട്ടോ കാണുമ്പോഴും തെറ്റിദ്ധരിക്കേണ്ട മുരുകൻ്റെ അടുത്ത്. കാരണം ഇത് എങ്ങനെ മുരുകനായിട്ട് കണക്ഷൻ എന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു വട്ടം സഞ്ചരിച്ച് നടന്നു പോകുമ്പോൾ കുറേ ആൾക്കാർ പോണു. അപ്പോൾ അദ്ദേഹം ചോദിക്കും എങ്ങനെ പോണെന്ന് വെച്ചാൽ മുരുകനെ പൂജിക്കാനാണ് പോണേന്ന്. അപ്പോൾ ഇതേപോലെ ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് മുരുകനെ പൂജിച്ചിട്ട് അദ്ദേഹത്തിന് വലിയൊരു ഭക്തനായിട്ട് മാറും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ കമാൻഡറായിട്ടുള്ളത് വീരബാഹുവിൻ്റെ മകളെയാണ് ഇദ്ദേഹം കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം മുരുകൻ്റെ ഡയറക്ഷനിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണിത്. അപ്പോൾ എപ്പം മുരുകൻ്റെ വിഗ്രഹത്തിനടുത്തൊരു ഇങ്ങനത്തെ ഒരു വിഗ്രഹം കണ്ടാലോ ഫോട്ടോ കണ്ടാൽ അത് മുച്ചുകുന്ദർ, ആഞ്ജനേയരല്ല. ഈ സമയത്താണ് എനിക്ക് മുച്ചുകുന്ദർ എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത്. അപ്പം ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോളന്മാർ 2022 പോകണം. ആ യാഗം നടത്തണ മുമ്പ് ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ ഈ തിരുവാറ്റിയൂർ അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിലെത്തിയിട്ട് ഞങ്ങൾ ഓടി ചെന്നിട്ട്, ഞാൻ ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തമിഴ്നാട്ടിലുള്ള ആളുകൾ, ഞങ്ങൾ 3-4 പേരും കൂടി പോകണം. ഓടി ചെന്നിട്ട് ഞങ്ങൾ മറ്റേ ഇവരുടെ പുഷ്പാഞ്ജലിയൊക്കെ അർപ്പിക്കില്ല, അവിടെ ചെന്ന് ഓടി ഒരു മുച്ചുകുന്ദ അർത്ഥന എന്താ നമുക്ക് അറിയില്ല. എൻ്റെ ഡീസിൽ അവർ ചിരിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ ഒരു 50,000 രൂപയാണ്, നമ്മൾ 50 രൂപ എടുത്ത് കൊടുത്തിട്ടാണ് പറയണത്. അവർ അങ്ങനെ ബുക്ക് ചെയ്യണം. പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട്, ഇന്ന് മുച്ചുകുന്ദ അർച്ചന നടക്കണ ദിവസമാണ്, നിങ്ങൾ പോയി തൊഴാന്ന്. അത് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നി. പോയി അവിടെ ഫുള്ളായിട്ട് ഇരുന്ന് അർച്ചന കണ്ടിട്ട് പ്രസാദം കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര. ദിവസം മുഴുവൻ നിൽക്കും. അപ്പൊ അത് എന്തോ ഒരു വഴിപാടാണ്. ഇങ്ങനെ ചർച്ച ചെയ്ത് അവർക്ക് അങ്ങനെ അർച്ചന നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പൂമൂടലൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിലുള്ളത്. അങ്ങനെ ഞാൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ആ ചെങ്കോലിന്റെ കാര്യം, യാഗം നടത്തണം ചെങ്കോലിന്റെ ഇത്. അപ്പൊ ആ യാത്ര നടത്തുന്ന സമയത്ത് ഞാൻ ഇവിടെ തായ്ലൻഡിൽ പോയി ചോളന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ മാലിദ്വീപിൽ പോയി. എൻ്റെ ജീവിതത്തിൽ അടുത്ത വലിയ അനുഭവം നടന്ന സമയം മാലിദ്വീപിൽ പോയി. ആ മാലിദ്വീപിൽ പോകുമ്പോൾ ചോളന്മാരുടെ സ്ഥലമാണെന്ന് ഭരിച്ചിരുന്ന സ്ഥലമാണ്, കുമാരികാണ്ഡത്തിൻ്റെ സ്ഥലം കൂടിയാണ് മാലിദ്വീപ് സൈഡൊക്കെ. അപ്പോൾ മാലിദ്വീപിൽ എനിക്ക് കടലിൻ്റെ ഉള്ളിൽ താമസിക്കണമെന്നുണ്ടായിരുന്നു. കടൽ ഭയങ്കര പവറായിട്ട് ഉണ്ട്, കുമാരികാണ്ഡത്ത് കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വില്ലകളുണ്ട്, കടലിൻ്റെ ഉള്ളിൽ വില്ലകളുണ്ട് മാലിയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ പോയി അവിടെ ചെന്ന് റൂമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പിന്നിലൊരു കോണിയുണ്ട്. അപ്പോൾ അവിടുന്ന് മണ്ണെടുത്തിട്ട് വരണം ഈ യാഗത്തിൽ സമർപ്പിക്കാൻ. അപ്പോൾ തായ്ലൻഡിൽ നിന്ന് എടുത്തു, എല്ലാ സ്ഥലത്തു നിന്നും എടുത്തു. അപ്പോൾ ഞാൻ അത് നോക്കുമ്പോൾ പിന്നിൽ കടലിലേക്ക് ഒരു കോണി വെച്ചിട്ടുണ്ട് അവർ. ആ കോണി കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ലൈഫ് ജാക്കറ്റ് ഇടാം, ഒരു ചങ്ങലയുണ്ട്. അപ്പോൾ നല്ല തിരയുണ്ട്, അത്യാവശ്യം തിരയൊക്കെ ഉണ്ട്. ഞാൻ ആലോചിച്ചു നമ്മൾ ഇറങ്ങിയിട്ട് ഒന്ന് മുങ്ങി കഴിഞ്ഞാൽ കുറച്ച് അധികം താഴ്ചയില്ല, തിരയുണ്ട്, കുറച്ച് അപകടമാണ്, പിന്നെ ചങ്ങലയൊക്കെ പിടിച്ചിട്ട് ചെയ്യാം, ഒന്ന് മണ്ണെടുക്കുക എന്നുള്ള ലെവലിൽ പോയി. അപ്പം ഞാൻ ഈ മാലിദ്വീപിലേക്ക് പോണ സമയത്ത് എനിക്ക് എല്ലാം പെട്ടി പാക്ക് ചെയ്തു, ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട്, എന്തോ ഒരു സാധനം മിസ്സാണെന്നുള്ള ഫീലിങ്. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, എത്ര കൊല്ലം പരിചയം ഉണ്ടല്ലോ, എന്തോ ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ടാവും. കുറേ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി അവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് വരുന്നുണ്ടല്ലോ, ഇവിടുന്ന് പഴനിയിലത്തെ തീർത്ഥമുണ്ടല്ലോ, ഞാൻ പറഞ്ഞു നേരത്തെ നന്ദാവനം ഭഗവാൻ അർപ്പിക്കുക, അവിടുന്ന് ഞാൻ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് വീട്ടിൽ. ആ തീർത്ഥം അവിടെ കൊണ്ട് ഒഴിക്കാം കടലിൽ. നീര് കുറച്ച് തീർത്ഥം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കോണി ഇറങ്ങി ചങ്ങല പിടിച്ച് വെള്ളത്തിൽ മുങ്ങി ഈ തീർത്ഥം ഒഴിച്ച് കല്ലെടുക്കാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങിയ സമയത്ത് ഞാൻ ഒരു കാഴ്ച കാണാണ്. മുച്ചുകുന്ദ ചക്രവർത്തി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അജാനുബാഹുമായിട്ട്. ഒരു സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഞാൻ മണ്ണെടുത്ത് തിരിച്ചു വന്നു. ഇവിടെ വന്ന് ഞാൻ എൻ്റെ അനുഭവങ്ങൾ നമ്മുടെ എല്ലാമാർക്കും ആൾക്കാരോട് പറയുമ്പോൾ അവിടെ യുവരാജ് എന്ന് പറഞ്ഞൊരു ലണ്ടനിൽ സുഹൃത്ത് ആളെന്നോട് പറഞ്ഞു, അങ്ങ് കടലിൻ്റെ ഉള്ളിലല്ലെങ്കിൽ അങ്ങ് ഭസ്മാവലിയെന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി ശരിയാണ്. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് ഈ സമയത്ത് എണീപ്പിക്കണം മുരുകയുഗത്തിൽ. കാരണം എല്ലാ ഡ്യൂട്ടി കഴിഞ്ഞാലും ഉറങ്ങണ ഒരു ആളാണ്. അദ്ദേഹത്തിന് എണീച്ചാൽ കൊടുക്കണം ഈ മുരുകയുഗത്തിൽ ഡ്യൂട്ടി. അതാ ഞാൻ പറഞ്ഞു, ഈ പേര് ഇനി ധാരാളം കേൾക്കാൻ പോകുന്നുണ്ട്, മുച്ചുകുന്ദനെ കുറിച്ചിട്ട് കേൾക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു.
പക്ഷെ അദ്ദേഹത്തെ എഴുതിപ്പിക്കും വേണം എനിക്കും അപകടം വരാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ദൃഷ്ടിപ്പെട്ട അപ്പൊ അതാണ് ആ കടലിലേക്ക് കൊണ്ടുപോയി കടലിനുള്ളിൽ വെച്ചിട്ട് അവർ അനുഭവം തന്നത്. അത് ഈ മുശുകുന്ദ ചക്രവർത്തിയും ആഞ്ജനേയൻമലയായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായൊരു വലിയൊരു എക്സ്പീരിയൻസ്. അത് ഈ ബുക്കിലില്ല, അടുത്ത ബുക്കിലാണ് പ്രേക്ഷകർക്ക് എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുന്നത്. അല്ല, അതൊക്കെ ഭയങ്കര നമുക്ക് അനിർവചനീയമായ ചില അനുഭവങ്ങളാണ്. ഇതുപോലെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പുസ്തകത്തിലുള്ളതോ ഇല്ലാത്തതോ ആവട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇങ്ങനെ ഭയങ്കരമായി ത്രില്ലടിപ്പിച്ച ഇപ്പോഴത്തെ പുതിയ ഭാഷ അങ്ങനെയാണല്ലോ, ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാമോ ഈ യാത്രകൾക്കിടയിലുണ്ടായ? ഒരുപാടുണ്ട്. ഞാൻ റഷ്യയിലത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ആ റഷ്യൻ ലേഡി വന്ന് യൂറി ഗഗാറിന്റെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ ആസ്ട്രേലിയനെ കുറിച്ച് കൂടി പറയാം. ആസ്ട്രേലിയ നമ്മളൊരു സബ്ജക്റ്റ് ആയിരുന്നു, കുമാരി കണ്ടവുമായി ബന്ധപ്പെട്ട്, അതങ്ങ് പറഞ്ഞു പോകാം നമുക്ക്. ആസ്ട്രേലിയ ഞാൻ പറഞ്ഞല്ലോ, അറുപട വീട്, ഇപ്പോഴത്തെ കാണുന്ന അറുപട വീടല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന അറുപട വീടാണ്. പടവീടാണ്. പടവീട് എന്ന് പറഞ്ഞാൽ ആർമി ക്യാമ്പാണ്. നമ്മൾ അമ്പലം എന്നല്ല പറയണം, അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പൊ നമ്മൾ 6 ക്ഷേത്രങ്ങളായിട്ട് കരുതുക. 6 ക്ഷേത്രങ്ങൾ. കുമാരികാണ്ഡത്തിന്റെ കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഭഗവാൻ മുരുകന്റെ 6 സൈനിക ക്യാമ്പുകൾ അല്ലെങ്കിൽ സേനാദളങ്ങളായിരുന്നു. അപ്പൊ ആ 6 സ്ഥലമാണ് ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നപ്പോൾ കൊണ്ടുവച്ചത്. അതെ, പ്രതീകാത്മകമായി 6 ക്ഷേത്രങ്ങളാക്കി. ഇപ്പൊ എനിക്ക് അറിഞ്ഞിട്ടുള്ള അന്നത്തെ ഉണ്ടായിരുന്ന 3 സ്ഥലങ്ങൾ, ഒന്ന് ഉജ്ജയിൻ, ഒന്ന് റീയൂണിയൻ ഐലൻഡ്, ഒന്ന് ആസ്ട്രേലിയ. റീയൂണിയൻ ഐലൻഡ് അതൊരു ചെറിയ രാജ്യം, അത് ആഫ്രിക്കയുടെ സൈഡിൽ കിടക്കുന്ന ചെറിയ രാജ്യം. അപ്പോൾ ഈ ആസ്ട്രേലിയ അതിൻ്റെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അത് ബ്ലൂ മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ ഒരു എനർജി, ആറുപട വീട്ടിലെ എനർജി എന്നുള്ളത്. അവിടെ ഒരു ജലോൻ കേവ്സ് എന്ന് പറഞ്ഞ കേവുകളുണ്ട്. ആ കേവിൻ്റെ ഉള്ളിലൊക്കെയാണ് അന്ന് പട്ടാളക്കാർ ഇരുന്ന ആർമി ക്യാമ്പ് എന്നൊക്കെയാണ്. അവിടെയാണ് ഭഗവാന്റെ പാദം പതിഞ്ഞ സ്ഥലമാണ്, യുദ്ധം നടന്ന സ്ഥലമാണ് അത്. അവിടെ ശരിക്കും സൂര്യസംഹാരത്തിന്റെ ഒക്കെ നോക്കി പോവുകയാണെങ്കിൽ അവിടെയാവും കാണാൻ പറ്റുക. ആസ്ട്രേലിയ കുമാരികാണ്ഡത്തിന്റെ കണക്ഷനാണ് ഇതെല്ലാം. ആസ്ട്രേലിയയിൽ കുമാരികാണ്ഡത്തിന് ഒക്കെ ഈ കുമാരികാണ്ഡത്തിൽ പെടുന്ന ഒരു ഇതാണ് ആസ്ട്രേലിയ, വൻകരയാണ് ആസ്ട്രേലിയ. അപ്പൊ ഈ സ്ഥലത്ത് ഭഗവാന്റെ പാദം പതിഞ്ഞ സ്ഥലമാണ്. പിന്നെ ആസ്ട്രേലിയയിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ, നമ്മൾ ഈ പറയുന്നത് ഭൂമിയിലെ പണ്ട് ടെതിസ് എന്ന് പറഞ്ഞ ഒരു കടലാണ് ഉണ്ടായിരുന്നത്, പാഞ്ചിയ എന്ന് മറ്റോ പറയുന്ന ഒറ്റ കരയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഭൂമിക്കടിയിൽ പല പ്ലേറ്റുകളുണ്ടല്ലോ, പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയും. ഇത് പല പ്ലേറ്റുകളും ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്, ചിലത് കൂട്ടിമുട്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് പൊന്തി വന്നിട്ട് പർവ്വതങ്ങളാണ്. നമ്മുടെ ഹിമാലയ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത് വിട്ടുപോയിരിക്കുന്ന, ഇപ്പം നമ്മൾ ഒരു അറ്റ്ലസ് എടുത്ത് വെച്ചാൽ ഭൂമിയുടെ ഇത് നമ്മൾ ഇത് കൂട്ടി ഒഴിക്കത്തില്ലേ, മുറിഞ്ഞു പോയ ചിത്രങ്ങൾ, പസിൽസ് എന്ന് പറയുന്ന പോലെ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഇതെല്ലാം കൂടെ മുറിച്ചെടുത്ത് കൂട്ടി വെച്ചാൽ കൃത്യമായി കണക്റ്റ് ആകും. അപ്പോൾ ഒന്നിച്ചായിരുന്ന ഭൂഖണ്ഡങ്ങൾ പിരിഞ്ഞു പോയതാണെന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അറ്റ്ലസ് നോക്കി അറിയാം. ചിലയിടത്ത് അകത്തോട്ട് കയറിയിരിക്കും, അവിടെ അതിനെ ഉള്ളോട്ട് കയറാൻ ഇപ്പുറത്തൊരു കഷ്ണം ഉണ്ടാവും, കുർത്തം ഉണ്ടാവും. അങ്ങനെ ഇതിനെയൊക്കെ ഒരു ചിത്രം പോലെ യോജിപ്പിക്കാൻ പറ്റും, ഒറ്റ ഭൂഖണ്ഡമാക്കി. അത് അറ്റ്ലസിലൂടെ പ്രൂവണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ കുമാരികാണ്ഡം. തീർച്ചയായും ഇതിൽ ഒരു ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ആളുടെ പേര് പറഞ്ഞു, സയന്റിസ്റ്റ് ഗവേഷണം നടത്തിയിട്ട് ഒരു ജീവികളുണ്ട്. ആ ജീവികളുടെ ഇത് മഡഗാസ്കറിൽ കണ്ടെടുത്തിട്ടുണ്ട്, ഇന്ത്യയിൽ കണ്ടെടുത്തിട്ടുണ്ട്, ആസ്ട്രേലിയയിൽ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരിക്കലും ഒരുമിച്ചായിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഈ കുമാരികാണ്ഡത്തിനെ കുറിച്ചിട്ടുള്ള ഒരു. അത് ഡാർവിനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഗാലപ്പഗോസ് ആമകളുടെ കാര്യങ്ങളൊക്കെ. അപ്പോ ഈ ഇങ്ങനൊരു സ്ഥലമാണ് ആസ്ട്രേലിയ. അവിടെ അബോർജിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. നമ്മുടെ ആദിമവാസികളാണ് അവിടുത്തെ. അവരുടെ ഭാഷയിൽ പല വാക്കുകളും നമ്മൾ തമിഴായിട്ട് കുറെ കണക്റ്റഡാ. അവിടെ നമ്മൾ പനമ്പാട്ട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ. 3 സിസ്റ്റേഴ്സിനും വിമല എന്നൊക്കെ പറയും, സ്പെല്ലിംഗ് പറയായിരിക്കും, വിമല എന്നൊക്കെ വായിക്കാം ആ രീതിയിലുള്ളത്. അപ്പോൾ അവിടെ ഒരാളെ ഞാൻ പറയണം, അവിടെ കോളിൻ ഹൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നെ മെസ്സഞ്ചറിൽ ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണ ഒരാളാണ്, നമുക്ക് കാണണം, ആസ്ട്രേലിയ വരുമ്പോൾ എന്തെങ്കിലും കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്ലൂ മൗണ്ടനെ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥലമാണ് ലയൺ ഐലൻഡ്, ആസ്ട്രേലിയ. ഈ 2 സിഡ്നിയുടെ അടുത്താട്ടാ ലയൺ ഐലൻഡ്. അപ്പോൾ ഈ ലയൺ ഐലൻഡിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ ലയൺ ഐലൻഡ് എനിക്ക് കിട്ടിയ സംഭവമാണ്, കുമാരികാണ്ഡമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു തിയറി എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ നിന്ന് സഞ്ചരിച്ച് വന്ന് ആസ്ട്രേലിയയിൽ സഞ്ചരിച്ച ആൾക്കാർ അവിടെ പ്രളയമായപ്പോൾ അവിടെ നിന്ന് നേരെ ഈജിപ്തിൽ പോയിട്ട് ഉണ്ടാക്കിയതാണ് ഈ പിരമിഡുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ നമ്മളൊരു സിംഫണിസ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇത് കാണും, മനുഷ്യശിരസും അതെടുത്ത് വെക്കുക. അത് ഈ ലയൺ ഐലൻഡ് ആസ്ട്രേലിയയിൽ അടിക്കുക. ഇത് രണ്ടും നോക്കി കഴിഞ്ഞാൽ സെയിമാ. ഒന്ന് പ്രകൃതി ഉണ്ടായതും ഒന്ന് മനുഷ്യ ഉണ്ടാക്കിയതും.
അപ്പോൾ ഇദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച് ഇവിടുന്ന് പോയ ആൾക്കാർ, മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ ഈ അടുത്ത കാലത്ത് ഒരു 2 ആഴ്ച മുമ്പ് BBC ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഈ കല്ലുകൾ പിരമിഡിന്റെ കൊണ്ടുവന്നു. അപ്പോൾ ഇദ്ദേഹം പറയണത് അവിടെ ഇതേപോലെ ചുറ്റും നദി ഉണ്ടായിരുന്നു, ഈ കോളിംഗ് ഹേറ്ററുടെ ഇതിൽ പറയണത് നദി ഉണ്ടായിരുന്നു, അത് കാരണമാണ് അവർ സെലക്ട് ചെയ്തത്. ഇപ്പോൾ നദിയൊന്നുമില്ല, മരുഭൂമിയാണ്. പക്ഷേ ഈ BBC പഠനത്തിൽ ഭൂമിക്കടിയിൽ വറ്റിപ്പോയ നദീ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറിയൊക്കെ കണക്റ്റ് ആയിട്ട് വരുന്നത്. ഒരു വട്ടം ഈ കോളിംഗ് ഹേറ്റർ ഇവിടെ പോയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. തമിഴ് ലെറ്ററിലുള്ള മറ്റേ വഞ്ചിയുടെ ഇത് അടിയിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട്, ഗവേഷണം നടത്തി കിട്ടിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പം ഞാൻ ഇവിടെ പോയിട്ട് ഈ ബ്ലൂ മൗണ്ടനിൽ പോയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഒരു സൂര്യസംഹാരത്തിൻ്റെ ദിവസം പോയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ലൈൻ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ വിളിക്കുക. ഇദ്ദേഹം ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്, ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ ഞാനൊരു അറുമുഖം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ വിളിക്കാൻ, ആളെ കണ്ടെത്തുന്നത് ഒരു രസമായുള്ള കാര്യമാണ്. ഒരു ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റിൽ സിംഗപ്പൂരിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കാര്യമായിട്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു പേര് ചോദിച്ചു, ആളാണ് അല്ല എന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഫോൺ എടുത്ത് മുരുകാനൊന്ന് വണങ്ങിയിട്ട് ചോദിച്ചു, ഇത് വണങ്ങി വിടുന്ന ആളെന്ന് ചോദിച്ചു, രജിത്താണോ ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് പെർത്തിലാണ് ആൾ താമസിക്കുന്നത്, ബിസിനസ്സുകാരനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ലൈനയിലേക്ക് പോണ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് പെർത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. പെർത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം കോളിംഗ് ഹേറ്ററിനെ വിളിച്ചു. കാരണം ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് മനസ്സിലാവില്ല, ഈ കോളിംഗ് ഒത്തിരി കടുപ്പാണ്. ഇദ്ദേഹം വിളിച്ചപ്പോൾ ആൾ ശരിക്കും ലൈനയിലിൻ്റെ അടുത്തുണ്ട്, നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് രാത്രി പുലർച്ചെ ഞങ്ങൾ ഒരുമിച്ച് അവിടേക്ക് പോയി. ആ സൂര്യൻ ഫസ്റ്റ് അടിക്കണത് ആ ലൈൻ ഐലൻഡിന്റെ ഏറ്റവും മുകളിലൊരു ഗുഹയുണ്ട്, ആ ഗുഹയുടെ ഉള്ളിലേക്കാണ് അത്. ആ സൂര്യൻ അടിക്കണ അവിടെ ഞങ്ങൾ ഇരുന്ന് കണ്ടു. അത് ഗംഭീര കാഴ്ച. പക്ഷെ അതും ഗവൺമെന്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് വെച്ചിരിക്കുക. ഇങ്ങനത്തെ പല സ്ഥലങ്ങളും ഞാൻ ലോകത്ത് പോയപ്പോൾ അതൊക്കെ ഗവൺമെന്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് വെച്ചിരിക്കുക. അവർ പറയണത് വേറെ കാര്യങ്ങളാണ്. ഇത് പറയണത് ഇവിടെ പറയണത് പഴയ അപൂർവ ജീവജാലങ്ങളുണ്ട്, അതിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. റീജിയൻ ഐലൻഡിൽ പോയപ്പോൾ അവിടെ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ലണ്ടനിൽ പോയപ്പോൾ അവിടെ ആ മല പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. പല കാരണങ്ങളെ കൊണ്ട് ഓരോ കാലത്തെ ഗവൺമെന്റ് ഇത്ര സ്ഥലങ്ങളൊക്കെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് വെച്ച്. അതിനപ്പുറം എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ കാര്യം എന്താണെന്നുള്ളത്. ഗവൺമെന്റ് പറയണത് വേറൊരു കാര്യമാണ്. അത് നമ്മുടെ ഒരു കൾച്ചറിന്റെയും നമ്മുടെ വിശ്വാസത്തിന്റെയും ഒക്കെ ഭാഗമാണ്. അത് ലോകം അറിയണ്ടെന്ന് വെച്ച് മൂടി വെച്ചിരിക്കുക. അങ്ങനെ ആയിരിക്കാം പലപ്പോഴും. കാരണം അവർ വേറൊരു കാരണം പറയുന്നു. പക്ഷേ ഈ ഏരിയയിലൊക്കെ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഗവൺമെന്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അങ്ങനെ ഈ സ്ഥലം കാണുകയാണ്. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് ഇദ്ദേഹം പലവട്ടം പോയിട്ടുണ്ട്, പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് വഞ്ചിയിൽ തുഴഞ്ഞ് പോവും, എന്നിട്ട് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചോപ്പർ വരും, ഹെലികോപ്റ്റർ ഒന്ന് പരിശോധിക്കും ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ഇദ്ദേഹം ആ പാറയുടെ കളറുള്ള വസ്ത്രമൊക്കെ ധരിച്ചേ പോകും, അത് മൂടിയിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം. എന്നിട്ടാണ് ആൾ എന്നോട് പറഞ്ഞത്, ഇത്ര കഷ്ടപ്പെട്ട് കിട്ടിയ അറിവുകളാണ് നിന്റെ മുരുകൻ നിനക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ അങ്ങനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർത്തിക നക്ഷത്ര എനർജി ഉള്ള കുമാരിഖണ്ഡത്തിന് പല രഹസ്യങ്ങളും മറിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട 2 സ്ഥലമാണ് ഈ ബ്ലൂ മൗണ്ടനും ലൈൻ ഐലൻഡും. അതാണ് നമ്മൾ ഓസ്ട്രേലിയനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതൊരു അനുഭവമായിട്ട് എനിക്ക് പറയാം. രണ്ടാമത് ഞാൻ പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് അടുത്ത യാത്ര റീയൂണിയൻ ഐലൻഡാണ്. റീയൂണിയൻ ഐലൻഡ് ഇപ്പുറത്താണ്, നേരെ ആഫ്രിക്ക സൈഡിലാണ്. മഡഗാസ്കറിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ദ്വീപ്, ചെറിയൊരു ദ്വീപ്. ഫ്രഞ്ച് ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. ഈ അടുത്ത കാലത്ത് റീയൂണിയൻ എങ്ങനെ ഒരു വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ മലേഷ്യയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് കാണാണ്ട് പോയി. ഇപ്പോഴും അറിയില്ല എവിടെ പോയെന്നുള്ളത്. അന്ന് അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത, റീയൂണിയൻ ഐലൻഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതല്ലാന്ന് പറഞ്ഞു വന്നു. അപ്പം അങ്ങനെ ഈ റീയൂണിയൻ്റെ ഈ അടുത്തത് വാർത്ത, അവിടെ ഒരു 35% തമിഴ് ആൾക്കാരുള്ളത്. 35%. പക്ഷേ തമിഴ് അറിയില്ല അവർക്ക്, ഫ്രഞ്ച് അറിയുള്ളൂ. ഞാൻ അവിടെ അമ്പലങ്ങൾ കേരളത്തിലും തമിഴ് ഒറിജിനൽ ആണെന്ന് അറിയാം. മുരുകക്ഷേത്രങ്ങൾ ഒരു 10-50 മുരുകക്ഷേത്രം ഉണ്ട് അവിടെ. അത് ശരി. വലിയ അമ്പലങ്ങൾ, ഹിന്ദുസ് ആണോ? ഹിന്ദുസ്. തമിഴ്നാട്ടിലുള്ള പോലത്തെ ഗോപുരങ്ങളുള്ള മുരുകക്ഷേത്രങ്ങൾ 10-50 ഉണ്ട്. നല്ല ഭക്തന്മാര്. ഞാൻ ഒരു ദിവസം പോകുമ്പോൾ അവിടെ ഒരു ഉത്സവം നടക്കുകയാണ് അമ്പലത്തിൽ. നമ്മളെക്കാട്ടിലും ഭംഗിയായിട്ട് ആ കൾച്ചർ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഭാഷ തമിഴ് കീർത്തനം പാടുന്ന ഒരാള് ഭംഗിയായിട്ട്, പക്ഷെ ആൾക്ക് തമിഴ് സംസാരിക്കാൻ അറിയില്ല. ആളുടെ പേര് ജോർജ് എന്നാ, ഹിന്ദു ജോർജ് എന്നാണ് പേര്. ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നല്ലൊരു സ്ഥലം അത് ഈ കുമാരിഖണ്ഡത്തിന്റെ ഒരു സ്ഥലമാണ്. അപ്പൊ ഇത്രയും യാത്രകളിലൂടെയാണ്
ഞാൻ ചൈനയിലേക്ക് പോയിട്ട് ഒരു കേട്ടോ. ചൈനയിലേക്ക് പോയത് ഭയങ്കര രസമായിട്ടുള്ള സംഭവം. അത് 2012 അന്ന് നമ്മുടെ കയ്യിൽ കാശ് 10 പൈസയില്ലാത്ത സമയമാണ്. ചൈന ഭവൻ്റെ ഡയറക്ഷൻ കിട്ടി, ചൈനയിൽ പോകണം, അവിടുത്തെ മണ്ണ് കൊണ്ടുവന്ന് പഴനിയിൽ വെക്കണം. ആ ഒരു കണക്ഷൻ ഇതാക്കാൻ വേണ്ടി എവിടെ വെച്ചാൽ ബോഗർ മഹർഷിയുടെ താഴത്തുള്ള ഗുഹയിൽ കൊണ്ടുവയ്ക്കണം എന്നാണ്. അന്ന് ഞാൻ ചൈനയിലേക്ക് പോകാൻ ഒരു രക്ഷയില്ല. അവസാനം PF ലോൺ എടുക്കാം. അപ്പൊ ആ മാക്സിമം നോക്കിയപ്പോൾ 50,000 രൂപ ലോൺ കിട്ടുക. അപ്പൊ അന്ന് അപ്പൊ ഞാൻ റിയ ട്രാവൽസ് ഒരു പരസ്യം കണ്ടു, ചൈന, ഹോങ്കോങ്, മക്കാവ് പോകണു. അവര് വിളിച്ചു, അവര് 1.25 ലക്ഷം പറഞ്ഞു. അപ്പൊ രക്ഷയില്ല, അവരെ വിട്ടു. ഞാൻ രക്ഷയില്ല, അവനോട് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, നിർത്തിയില്ല. ഒരാഴ്ച കഴിയുമ്പോൾ അവരെന്നെ വിളിച്ചു, 50,000 രൂപ ഉണ്ട്. ഞാൻ കാശെന്ന് പറയണല്ലോ, ഇങ്ങോട്ട് പറഞ്ഞു 52,000 രൂപ ചൈന മാത്രം, ഹോങ്കോങ് മക്കാവില്ല പറഞ്ഞു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ടയത്തു നിന്ന് ഒരാൾ, അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അന്നത്. അദ്ദേഹം ചോദിച്ചപ്പോൾ ഈ റേറ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, ഞാൻ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാം, റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു ഒരാളെ ഞങ്ങൾ തരാം, ബാക്കിയുള്ളവർ അങ്ങനെ 10-12 പേര് മാത്രം ഒരുമിച്ചൊരു ടീം കോട്ടയത്ത് നിന്ന്. ഞാൻ മാത്രം ഒരു ബന്ധുവില്ലാത്തൊരാളോ, എൻ്റെ ലക്ഷ്യം മണ്ണെടുക്കലാണ്. അങ്ങനെ ഒരു യാത്ര ചൈനയിലേക്ക് പോയിട്ട് മണ്ണെടുത്തോണ്ട് വന്നിട്ട്. അപ്പൊ ഓരോ സമയത്തും ഭഗവാൻ നമ്മളെ അതെ, അത് നമ്മള് പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ അത് ഞാൻ ശരിയാക്കി തരാം വാന്ന് പറഞ്ഞിട്ട് വിളിക്കണത്. അങ്ങനെയാണ് അന്ന് തൊട്ട് ഇന്ന് ഇത്രയും വലിയ ഡ്യൂട്ടികൾ ചെയ്യണ ലെവലിലേക്ക് നമ്മുടെ ഭഗവാൻ കൊണ്ടുപോയിട്ടുള്ളത്, കൈപിടിച്ചിട്ട്. അല്ല, നമ്മളിപ്പോൾ ഈ 6 എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ അങ്ങയുടെ യാത്ര, അങ്ങയുടെ അനുഭവങ്ങൾ, മുരുകൻ്റെ കുറേ നിയോഗങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മറ്റ് രസകരമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഉജ്ജയിനിയിലെ കാര്യം പറഞ്ഞു, പിന്നെ ഈ ഗരുഡൻ നാഗ ഒരു ബന്ധം അങ്ങയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളോട് എനിക്ക് അറിയാറുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ ശംഭാല എന്ന് പറയുന്ന ശംഭാല, അങ്ങ് ശംഭാല എന്നൊക്കെ പല പേരുകളിൽ പറയാറുണ്ട്. അത് ചിലർ പറയുന്നുണ്ട് ഈ നമ്മുടെ കൈലാസം ഒരു എൻട്രിയാണ്, അതിനുള്ളിലേക്ക് പോയാൽ വേറൊരു ലോകത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞാൽ ചില തിയറികളുണ്ട്. പിന്നെ ഈ പറഞ്ഞ തിയറികളുണ്ട്, നമുക്ക് 3 ഡയമെൻഷൻ അപ്പുറത്തുള്ള ചില ഡയമെൻഷൻസ്. ഇപ്പം 11D വരെ ഉണ്ടെന്നാണ് ആധുനിക ശാസ്ത്ര തിയറിയുണ്ട്. M തിയറി, സ്ട്രിങ് തിയറി എന്നൊക്കെ പറഞ്ഞുള്ള തിയറികളുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പലപ്പോഴും അങ്ങ് ഈ പുസ്തകത്തിലൊക്കെ പരാമർശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്തരം ചില അത്ഭുതകരമായ ചില കാര്യങ്ങൾ, അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ടോ എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് നാളെ ഉണ്ട്. രജിത് കുമാർ ജിക്കുള്ള ഒപ്പമുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. പ്രേക്ഷകർ ഒപ്പം ഉണ്ടാവണം. നാളെ വീണ്ടും കാണണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.